ഇത് കണ്ടോ, റാഗി കൊഴുക്കട്ട. റാഗി കൊണ്ടുള്ള കൊഴുക്കട്ട ഉണ്ടാക്കിയാൽ നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന്. നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റോ ലഞ്ചോ ഒക്കെ ഉണ്ടാക്കാം. എന്നും ദോശ ഇഡ്ഡലിയൊക്കെ ഒന്നും ഉണ്ടാക്കാതെ ഒരു വെറൈറ്റി, ഒരു ഹെൽത്തി ഫുഡ് അത് നമുക്കെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ഈ കൊച്ചു പ്രവർത്തനെ ഒന്ന് ലൈക്ക് ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യും, ഷെയർ ചെയ്യും, ഇച്ചിരി എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യും. താങ്ക് യു. അതിന് നമുക്ക് കുറച്ച് റാഗി മാവ് എടുക്കാം. ഞാനിത് വറുത്ത് വെച്ച പൊടിയാണ്, മില്ലി പൊടിച്ചിട്ട് വറുത്ത് വെച്ച പൊടിയാണ്. വറുക്കാത്ത പൊടി വെച്ച് ഉണ്ടാക്കാം, പക്ഷെ ഞാനിത് വറുത്ത പൊടിയാണ്. അത് ഞാനൊരു 1/2 കിലോ പൊടി എടുത്തു. ഏകദേശം 1/2 കിലോ പൊടിയുണ്ട്. കുറച്ച് ഒരു പിഞ്ച് ഉപ്പിട്ടു. ഉപ്പിട്ട് കഴിഞ്ഞിട്ട് നല്ല ആ ഉപ്പ് എല്ലാം ഒന്ന് മിക്സ് ചെയ്തു. ഉപ്പൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നല്ല തിളച്ച വെള്ളം, ചൂടുവെള്ളമല്ല, തിളച്ച വെള്ളം, കൈ പൊള്ളല്ല, തവിയിട്ട് ഇളക്കണം. വാം വാട്ടറും ഒന്നുമല്ല, നല്ല ബോയിൽഡ് വാട്ടർ. അത് വെച്ച് തവി കൊണ്ട് തന്നെ ഇളക്കണം, അല്ലെങ്കിൽ കൈ പൊള്ളും. അത് കുറേശ്ശെ കട്ട കെട്ടാതെ കുറേശ്ശെ ഒഴിച്ച് അത് തണുത്ത് കഴിഞ്ഞപ്പോൾ കൈ കൊണ്ട് നമ്മളിങ്ങനെ കുഴച്ചെടുത്തു. സാധാരണ കൊഴുക്കട്ട ഉണ്ടാക്കുന്ന പോലെ, അല്ലെങ്കിൽ ചപ്പാത്തി മാവിനെക്കാട്ടും ഇച്ചിരി കൂടെ അയഞ്ഞ്. അത് എന്നിട്ട് നമുക്കൊരു ഇച്ചിരി നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ മൂടി വെക്കാം. എന്നിട്ട് അതിൻ്റെ ഫില്ലിങ്, ഞാനിത് ശർക്കര ഓൾറെഡി പാനിപ്പരുവമാക്കി, പാനിയല്ല ശർക്കര ഇങ്ങനെ അരിച്ച് അതിനകത്ത് അഴുക്കെല്ലാം കളഞ്ഞ് അരിച്ച് വെച്ചേക്കുന്നതാണ്. ആ ശർക്കര നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഇളക്കി, ഓൾറെഡി അരിച്ചെടുത്തതാണ് ശർക്കര, ഡൈലൂട്ട് ചെയ്ത് അരിച്ചെടുത്തതാണ്. അത് ഒന്നുകൂടെ നല്ല തിളപ്പിച്ച്, പാനിപ്പരുവാകണ്ട, ഒന്ന് വെള്ളം പറ്റണം. ഒന്ന് വെള്ളം പറ്റി വരുമ്പോൾ അതിനകത്ത് കുറച്ച് തേങ്ങാപ്പീര, അത് നമുക്ക് എത്ര ആവശ്യമുണ്ടോ അതനുസരിച്ച്. നമുക്ക് മധുരവും തേങ്ങയും ഒക്കെ നമ്മുടെ കണക്കാണ്. കൂടിയാലും കുറഞ്ഞാലും കുഴപ്പമില്ല. മധുരം കുറയരുത്, തേങ്ങ ഇച്ചിരി കൂടിയാലും ഇച്ചിരി കുറഞ്ഞാലും കുഴപ്പമില്ല. നമ്മുടെ തേങ്ങയുടെ ഉപയോഗം അനുസരിച്ച് തേങ്ങാപ്പീര ഇട്ടു. അതൊന്ന് മിക്സ് ചെയ്ത്, ഞാൻ തേങ്ങാപ്പീര ഇങ്ങനെ തിരുമ്മി ഫ്രീസറിൽ വെക്കും ഓരോ കണ്ടെയ്നറിനകത്ത്. അപ്പം തിരുമ്മാതെ ഒരു 4 തേങ്ങ ഒന്നിച്ച് പൊട്ടിച്ച് തിരുമ്മി വെക്കും. അത് കഴിഞ്ഞൊരു പഴുത്ത ഏത്തപ്പഴം, നല്ലതായിട്ട് പഴുത്തൊരു ഏത്തപ്പഴം ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് നമ്മൾ ചിപ്സിന്, ബനാന ചിപ്സ് ഉണ്ടാക്കുന്ന പോലെ അരിഞ്ഞിട്ട് ഇതിനകത്ത് ഈ ശർക്കരക്കകത്തോട്ട് തന്നെ ഇടുക. ഇട്ട് നല്ലതായിട്ട് അതുകൂടെ ഒന്ന്, ഒരു പഴം, ഒരേത്തക്ക ഇട്ടു, അതുകൂടെ ഒന്ന് ഇളക്കിക്കൊണ്ടിട്ട് അതൊന്ന് വേകും. ആ ശർക്കരക്കകത്ത് തന്നെ ഒന്ന് ഉടയും. ആ തവി ഇട്ട് ചെറുതായിട്ടൊന്ന് ഉടച്ച്, ചെറുതായിട്ട് എവിടെയും അരിഞ്ഞിടാം. ഇതൊന്ന് ഇടയ്ക്കൊന്ന് കടിക്കാൻ വേണ്ടി ഇങ്ങനെ ഇടുന്നത്. അതൊന്ന് ഉടച്ചെടുത്തിട്ട് ആ വെള്ളമെല്ലാം പറ്റണം. ആ ശർക്കരയുടെയും തേങ്ങയുടെയൊക്കെ വെള്ളം പറ്റി ഒരു കുഴഞ്ഞുണ്ട് തോരൻ പോലെ ഇങ്ങനാക്കി നമ്മളെടുത്തു. ഇത്രയും മതി. അത് ഒന്ന് ഉടച്ച് നമുക്ക് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് കുറച്ച് ഏലക്കാപ്പൊടി, ഇത് ഏലക്ക ഇങ്ങനെ പൊടിച്ച് വെച്ചതാണ്, പൊടിച്ചിങ്ങനെ വാങ്ങിച്ചതാണ്. കുറച്ച് ഏലക്കാപ്പൊടി, ഒരു 2-3 ഏലക്കാപ്പൊടി. ഇതിങ്ങനെ വാങ്ങിച്ചതായതുകൊണ്ട് ആ പൗഡർ ഇടുന്നേ. ഒരു കുറച്ച് ഏലക്കാപ്പൊടി ആ ബിൽഡിങ്ങിനകത്തോട്ട് വെച്ചൊന്ന് മിക്സ് ചെയ്യുക. ഇതിങ്ങനെ ഞാൻ കാർഡമം പൗഡർ വാങ്ങിച്ചതാണ്. അതൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഈ മാവിനകത്തോട്ട് ഇച്ചിരി നെയ്യ്, ശകല നെയ്യ് ഒന്ന് തൂത്തു. ഇച്ചിരി നെയ്യ് ഒഴിച്ചിട്ട് ഇച്ചിരി നെയ്യ് ഒന്ന് കയ്യിലും തൂക്കുക. ശകല നെയ്യ് ഞാൻ മാവിനകത്ത് ഒഴിക്കുക. ഇച്ചിരി നെയ്യ് ഒഴിച്ച് ഒന്ന് ഇളക്കിയിട്ട് ഇച്ചിരി നെയ്യ് ഒന്ന് കയ്യിലും തൂത്തിട്ട് മാവ് നമുക്കിങ്ങനെ ഉരുട്ടിയെടുക്കാം. ആ ഉരുട്ടിയെടുത്തിട്ട് നമ്മുടെ സൈസ്, വലുതോ ചെറുതോ നമ്മുടെ സൈസ് ഉരുട്ടിയെടുത്തിട്ട് അതിനകത്തോട്ട് ആ ഫില്ലിങ് സാധാരണ നമ്മൾ കൊഴുക്കട്ട ചെയ്യുന്ന പോലെ തന്നെ, അത് പ്രത്യേകിച്ചൊന്നുമില്ല. ആ കുഴയ്ക്കുന്ന മാത്രം നല്ല ചൂടുവെള്ളത്തിൽ കുഴയ്ക്കണം. അതിനകത്തോട്ട് ആ ഫില്ലിങ് വെക്കുക. ഒരു സ്പൂണിട്ട ഫില്ലിങ് നമുക്ക് വെക്കാം. അല്ലെങ്കിൽ പിന്നെ കയ്യിലെല്ലാം കൈകളെടുക്കാൻ പോയാൽ ആ മാവും കയ്യിലാകും. ഒരു സ്പൂണിട്ട് നമുക്ക് ഫില്ലിങ് വെച്ചിട്ട് അത് നമുക്ക് എത്ര വേണോ അത്രയും ആവശ്യത്തിന് ഫില്ലിങ് വെച്ച് നല്ലതായിട്ട് കവർ ചെയ്ത് മൂടിയെടുക്കുക. നല്ലതായിട്ട് ഉരുട്ടി അതിനകത്തുനിന്ന് പോകാത്ത പോലെ ഉരുട്ടിയെടുത്തു. അങ്ങനെ നമുക്ക് എല്ലാ മാവും എടുക്കാം. ഇതിങ്ങനെ നല്ല ടൈറ്റായി, ഇനി അതിനകത്തുനിന്ന് പോകത്തില്ല, അവിടെ ഇരുന്നോളും. അതുപോലെ നമുക്ക് എല്ലാ മാവും എടുക്കാം.
എന്നിട്ട് നമുക്ക് വെള്ളം വെക്കാം. ഇതുപോലെ ഇങ്ങനെ എല്ലാം എടുത്തു. മാവ് മുഴുവൻ നമുക്കൊരു 10-15 കൊഴുക്കട്ട കാണും. ഒരു 10-15 എണ്ണത്തിനുണ്ട് ഇത്. അത് നമ്മുടെ വലിപ്പം അനുസരിച്ച്, നമ്മൾ ഉണ്ടാക്കുന്നതിൻ്റെ വലിപ്പം അനുസരിച്ച് ചെറുതോ വലുതോ ഒക്കെ ആക്കാം. ഇത് നമുക്കൊരു പാത്രത്തിൽ വെള്ളം വെച്ചു. വെള്ളം നല്ലതായിട്ട് തിളയ്ക്കണം. വെള്ളം നല്ലതായിട്ട് തിളയ്ക്കുമ്പോൾ അതിനകത്ത് ഒരു കിഴുത്തപാത്രം നമ്മൾ വെച്ചിട്ട് നല്ലതായിട്ട് വെള്ളം നല്ല ബോയിലായി നല്ല സ്റ്റീം വരണം. അതിനകത്തൊരു പാത്രം, നമ്മുടെ ഈ ഹോളുള്ളൊരു പാത്രം വെച്ചിട്ട് നല്ല തിളച്ച് ബോയിലായി നല്ലതായിട്ട് വന്നു കഴിയുമ്പോൾ, വെള്ളം ചൂടായി കഴിഞ്ഞ് അടച്ചു കഴിഞ്ഞാൽ വെക്കാം. ഇതങ്ങോട്ട് വെച്ചിട്ട് ഇതല്ല ഇതോട്ട് ഇനി ഒട്ടത്തൊന്നുമില്ല. ഒരു 15 മിനിറ്റ് എപ്പോഴും ശ്രദ്ധിക്കണം, വെള്ളത്തിന് നല്ല ആവി വേണം. ഒന്നിച്ച് വെക്കാൻ പറ്റുന്നില്ല, നമുക്ക് 2 പ്രാവശ്യമായിട്ട് വെക്കാം. അത് മൂടി വെച്ചിട്ട് ഒരു 15 മിനിറ്റ് പോയി ചായയൊക്കെ കുടിച്ചിട്ട് വരാം. ഇത്ര ഫോണൊക്കെ നോക്കാം, ചായയൊക്കെ കുടിക്കാം. അതെല്ലാം കഴിഞ്ഞിട്ട് 15 മിനിറ്റ് കഴിഞ്ഞ് നോക്കുമ്പോൾ നല്ലതായിട്ട് വെന്തു, നല്ല സോഫ്റ്റായി, നല്ലതായിട്ടായി. നമുക്കതിനെ ചൂടായിട്ട് കഴിക്കാം. നിങ്ങളെൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ, സപ്പോർട്ട് ചെയ്ത് താങ്ക് യു.